സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ അറ്റ് ദി എൻഡ് ഇത് അടിപൊളിയായിട്ട് വരും. മോയ്സ്ചറൈസർ ഇടാം. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഞാൻ കുറച്ചധികം കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം, അങ്ങനെ കഴിയും. സോ പിന്നെ നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സ് ആയി. എത്ര പെട്ടെന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. ആൻഡ് താങ്ക് യു എല്ലാവർക്കും, നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് കുറേ കാലമാണ്, എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സോ ദ നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ സൺസ്ക്രീൻ ഇട്ടിടണം. പക്ഷെ ഇപ്പം ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇത് ഇടുന്നില്ല, അത് സ്കിപ്പ് ചെയ്യാണ്. പ്രൈമറൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ആക്ച്വലി ഒരു BB ക്രീമാണ് ഉപയോഗിക്കല്. അതിതാണ് മാസിൻ്റെ ഈ ഒരു BB ക്രീമാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. സോ BB ക്രീം എടുത്തിക്കണം ഇവിടെ. ഇതിക്ക് മാസിൻ്റെ ഇലുമിനേറ്റിംഗ് ബേസ് പറഞ്ഞ ഒരു ഹൈലൈറ്റർ ആണത്. കൈൻഡ് ഓഫ് ഒരു സ്ട്രോക്ക് ക്രീം പോലത്തെ സംഭവമാണ്. ഇതായിട്ട് വെക്കാം. സോ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. സോ അടുത്തത് ഞാൻ എന്താ ചെയ്യല് വെച്ചാൽ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കല്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, ബട്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾ കൺസീലർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അഥവാ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വേണ്ട. ഇവിടെയൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കൺസീലർ എടുക്കും. ഇതും സിസ് ബ്യൂട്ടിൻ്റെ തന്നെയാണ്. ഇതിങ്ങനെ എടുക്കും, ജസ്റ്റ് ഒരു സ്റ്റോപ്പ്. ഇനി ഞാനൊരു കാര്യം കാണിച്ചു, എല്ലായിടത്തും റെഡിയാ പറയില്ല, ബട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലിപ്സ്റ്റിക്, കുറച്ച് ഇതാ ഇത്ര ബ്രഷ് എടുക്കാം. സോ ഇവിടെ ഇട്ട് ഞാൻ എവിടെ ഇടാറുണ്ട് കുറച്ച്. ദാറ്റ്സ് ഇറ്റ്, ഇത്ര മതി. കുറച്ച് നേരം അത് അവിടെ നിന്ന് സെറ്റായി നിൽക്കിട്ടോ, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യും. അതാണ് അപ്പം അതിൻ്റെ ഒരു ഒരു നാച്ചുറൽ തരാം. ഇത് കുറച്ച് നേരം ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ലിപ് ലൈനിലിടാം. എല്ലാവരും ആദ്യം ഐസ് ചെയ്തിട്ടായിരിക്കും ലിപ്സിലോട്ട് പോവുക. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് ചെയ്തു എന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യാറ്. സോ എൻ്റെ ലിപ് ലൈനറിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഇത് ഷാർപ്പ് ചെയ്യാൻ പോണില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുള്ളൂ. ലിപ് കോംബോ ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. ഇതാണ് ലിപ് കോംബോ. ആദ്യം ലിപ് ലൈൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ലിപ്പിലിൻ്റെ താഴെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് വലിയ ലിപ്സ് ഇഷ്ടമാണ്, ബട്ട് എൻ്റെ താഴത്തെ ലിപ്സ് കുറച്ച് വലുത്, മേലത്തത് ചെറുതാണ്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുത് തോന്നിട്ട് റിയൽ ലൈഫിൽ അത് ഭയങ്കര ചെറുതാണ്. ഭയങ്കര അത്ര ചെറുതല്ല, ബട്ട് സ്റ്റിൽ ചെറുതാണ്. ബട്ട് എനിക്കത് ലൈൻ ചെയ്ത് കുറച്ച് വലുതാക്കി എടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യും. ഇനിയാണിത് മാജിക്. ഓക്കെ, നൈക്കിൻ്റെ മട്രോസ് കാപ്പി എന്ന ഷെയ്ഡാണ്. ഇതിപ്പെടാൻ കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇടുന്നത്. ഇതിലില്ല കയ്യിലിരിക്കണം. ഇതും ഇവിടെ മേബിളിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ മിക്സ് ചെയ്യാം. ഇതിലില്ലേ, കയ്യുമേൽ കാണുന്നുണ്ടല്ലോ, ബട്ട് വൈ നോട്ട് ഇറ്റ് ഷോ മൈ ലിപ്സ്. ഓക്കെ, ഇതെന്നെ വാഷ് ഔട്ട് ആക്കുന്നുണ്ടോ ഇപ്പോൾ? പുട്ട് സം ഫേസസ് കാനഡൻ്റെ കൂടെ കുറച്ചിട്ടാലോ ഉള്ളിൽ. ഇതിപ്പോൾ മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കണേ. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയില്ല, കാരണം എനിക്ക് ഷെയ്ഡ് ഇങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, ഇപ്പം കുറച്ച് ജീവൻ വെച്ച പോലെ ഉണ്ട്. നേരത്തെ സത്യമായിട്ട് ചത്തുപോയി ഫീൽ ചെയ്യും. ഈ ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ഇടല്. ഫേസസ് കാനഡേൻ്റെ കോക്കോ ക്രഷ് എന്നത് ഇത് ഞാൻ രണ്ടാമത് വാങ്ങിച്ച പുതിയ ഷെയ്ഡാണ്. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി,
രണ്ടാമത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഐലൈനർ ഇട്ട് കൊടുക്കാം. അതെനിക്ക് ഷോൾ ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയ ഡെവലപ്മെന്റ്. ലെറ്റ് മീ ട്രൈ. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എനി ഹൈ ഹോപ്സ് ഫോർ ദിസ്. ഒരു കണ്ണിൽ വരച്ചു. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ അവസ്ഥ? ഇതെന്നും ഇങ്ങത്തന്ന ഒരു കണ്ണുമ്പോൾ അടിപൊളിയായിട്ട് വരും, മറ്റേ വരുന്നു. ഞാൻ ഐലൈനർ ഐലൈൻ ചെയ്തേനെ ഐലൈനർ ഇടാണ്. നമ്മൾ ഐസ് റെഡി ആയത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പോയി കിടക്കാം. ഞാൻ കിടന്നു. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ദെൻ നമുക്ക് ലിപ് ഗ്ലോസ് ഇടാം. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ക്രീം ബ്ലഷ് ആയിരിക്കും അടിപൊളി. കണ്ടോ, അതിനൊരു ഗ്ലോ ഫീൽ ഉണ്ട്. അതുകൊണ്ട് ക്രീം ബ്ലഷ് ഫ്രീ ഇടാം. നമ്മൾ ഒരു വിരലിടുക. 1 2 3 3 രണ്ട് 1 2 3 1 2 3 ഒരു ടാപ്പ് നമ്മൾ ഐസിന് മേലെ വേണമെങ്കിൽ ഇവിടെ കുറച്ചിടാം. on the nose. Yeah, that's it. കൈൻ്റെ കുറെ നോക്കണം. ഇന്നലെ എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അടിപൊളിയായിട്ട് വിചാരിച്ചിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട് പോയി. കോളേജിൽ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിക്കും, നിന്നെ ആരടി അടിച്ചത്? ഇറ്റ്സ് ബ്ലഷ്. ഇത് ബ്ലഷ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പുച്ചിക്ക്. ഞാൻ പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയില്ല. അവനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെയാണ് തൊട്ടത്. കുറച്ചധികം എനിക്കിഷ്ടമാണ് ബ്ലഷ് ഇടുന്നത്. ഞാൻ പറയട്ടെ, ബ്ലഷ് ഇടുമ്പോൾ ഒരു ജീവൻ വെച്ചൊരു ഫീൽ വരും. എനിക്കിപ്പോൾ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു. ഇനി ഗ്ലോസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൈനും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഐ നോ ഐം നോട്ട് ലുക്കിംഗ് അറ്റ് ദ ക്യാമറ, ഐ ആം ആക്ച്വലി ലുക്കിംഗ് മൈസെൽഫ്. ദാറ്റ്സ് വൈ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ക്യാമറ നോക്കും, ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ നോക്കും. ബ്ലഷ് ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ ഐ ഷാഡോ ഇട്ട് കൊടുത്തില്ല. ഇത് ആക്ച്വലി മാർസിൻ്റെ ആണ്. മാർസിൻ്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞാൽ പാലറ്റാണ്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഷെയ്ഡാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കാം, ഡാബ് എടുക്കാം. ഒന്നുകൂടെ എൻ്റെ കണ്ണ് കുറച്ച് ഇങ്ങനത്തെ കണ്ണാണ്, കുറച്ച് വലിയ കണ്ണാണ്. നിങ്ങൾക്ക് ഇതിൽ കുറേ ഷെയ്ഡ് ഉണ്ട്. ഈ വൈറ്റ് എടുക്കാം, ഇതെടുക്കാം. ആക്ച്വലി ഡിസൈഡിങ് ഗോ വിത്ത് ദിസ് വൺ ഓർ ദിസ് വൺ ഓർ ദിസ് വൈറ്റ് വൺ. വൈറ്റ് വൺ കുറച്ചുകൂടെ ബേസ് ടൈപ്പും. ഇതെടുക്കാം. ആക്ച്വലി വിൽ ബി നൈസ്. ഭയങ്കര നല്ല ഷിമറിയാണ് ഇത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഞാൻ വിരലിൽ നോക്കിയിടാം. ഇത് ആക്ച്വലി ഐലൈനർ ഇടുന്നതിന് മുന്നേ ചെയ്യണേനു, ഞാൻ മറന്നുപോയതാണ്. ഞാൻ കാണുന്നുണ്ട്, ബട്ട് നല്ല ഷെയ്ഡായിട്ടത്. എനിക്കെല്ലാം ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ നല്ല തിളങ്ങി നിൽക്കും. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഗ്ലോസ്. ഞാൻ ഗ്ലോസ് ഇടാണ്ട് പുറത്ത് പോകാറില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗ്ലോസ് ആണ് ഇട്ടത്. ഇത് മാസിൻ്റെ ടോഫി ട്രൂൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ചെറിയ കോളേജ് കുറേ ആൾക്കാരുടെ കയ്യിലാണ് കണ്ടിട്ടുണ്ട്. അതും ആക്ച്വലി അടിപൊളിയായിട്ടോ. ഇതെല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലോസാണ്. ഞാൻ കാണിച്ചു തരാം. The difference is nice. എനിക്കിത് തിന്നാൻ തോന്നുന്നു, അത്ര അടിപൊളിയാ. So that's the makeup. I know എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മേക്കപ്പാണത്.
ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ അധികം പ്രൊഡക്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനാണെങ്കിലും കൂടെ 1000 താഴെ ആവുള്ളൂ. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ഇതൊക്കെ പാടിയിട്ടു. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കൊച്ചിന് എന്താണ് വട്ടാണോ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. സോ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, അതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഐഷാഡോ കുറച്ച് എടുക്കും. ഇത് മെയിനായിട്ട് ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ലിപ്സും അതുപോലെ ഐസും പിന്നെ ബ്ലഷും ആണ്. ലൈക്ക് ഞാൻ ഈ 3 കാര്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കണ്ണ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യില്ല. നന്നായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ആൻഡ് ദ ലിപ്പ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ലിപ്സ്റ്റിക് എപ്പോഴും അടിപൊളിയാണ്. ആൻഡ് ഐ തിങ്ക് ദ ഗ്ലോസ് മേക്സ് ദ ഡിഫറൻസ്. ഗ്ലോസ് ഇടുന്നതുകൊണ്ടാണ് ഇത് ഇത്ര അടിപൊളിയായിട്ട് തോന്നാൻ കാരണം. സോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സായി. 4500 അയക്കണം ഇപ്പോൾ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ തന്നെ 4500 സബ്സ്ക്രൈബേഴ്സ് ഒന്നും അയക്കണം. നമ്മൾ ഗെറ്റിംഗ് പിക്കർ. നമ്മൾ വലിയൊരു ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരു കുറേ ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞു, കുറേ ആൾക്കാർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. എന്ത് പറയാനുള്ളത് കമൻറ്റിലൂടെ പറയാം. അപ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. എനിക്ക് ഇഷ്ടമായി എന്ന് പറയാം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം. ഇഷ്ടമായില്ലെങ്കിൽ എന്താ കാരണം എന്നും കൂടെ പറയാം. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ വിചാരിക്കണം ഞാൻ കമൻറ്റ് കാണയില്ല, വായിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ കമൻറ്റ് ഇരുന്ന് വായിക്കും. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ എടുക്കാൻ നോക്കും. ഇപ്പം എനിക്ക് കുറച്ചായിട്ട് റിപ്ലൈ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട് ഇപ്പം കോളേജിൽ. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതും കുറച്ച് റിസ്ക് ആണ്. Bye bye. Okay.